ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ മറ്റൊരു ടോപ്പിക് കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണ്. അത് ഒന്നുമില്ല, നമ്മുടെ 5 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഇൻ എക്കണോമിക്സ്. ആ 5 ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ. 5 ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ പ്ലസ് ടുവിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ദ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഹൗ ദി എക്കണോമിക് എഫിഷ്യൻസി ഹാസ് ബീൻ അച്ചീവ്ഡ്, ഹൗ ദി ഗ്രോത്ത് ഈസ് പോസിബിൾ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ മറ്റു രീതിയിൽ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തുന്നത്? ആ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്? എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോർമലി ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ വാട്ട് ദ പ്രൊഡ്യൂസേഴ്സ് ആർ എയിമിങ് അറ്റ് ഈസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. എല്ലാവർക്കും അവരുടെ പ്രോഫിറ്റാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്, എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ. അപ്പോൾ പ്രോഫിറ്റ് എപ്പോഴാണ് മാക്സിമൈസ് ചെയ്യപ്പെടുക? when the difference between the total cost and total revenue is its maximum, normally the profit will be maximized. അപ്പോൾ ആരും ഒരിക്കലും നഷ്ടത്തിൽ പ്രവർത്തിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സപ്പോസ് if a producer produce in a situation where total cost is greater than total revenue, ഒന്നുകിൽ അയാൾ ആ പ്രവർത്തനം അവിടെ കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതാണ് കട്ട് ഡൗൺ ദ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്ഷൻ അയാൾ കുറയ്ക്കും. ഇതിലേതെങ്കിലും ഒന്ന് അയാൾ ചെയ്തിരിക്കും. അതേപോലെ as long as a person is getting a profit or when the total revenue exceeds total cost, normally the producers will have a tendency to continue its production. അപ്പം ഒരു എക്കോണമിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന മെയിനായിട്ടുള്ളൊരു ഫാക്ടർ പ്രോഫിറ്റാണ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനെ കഴിഞ്ഞ് എത്രമാത്രം കൂടിയിരിക്കുന്നു അത്ര കണ്ട് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പം പ്രോഫിറ്റ് തരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഒരാൾ ചൂസ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനെ കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ കൊണ്ട് പ്രൊഡക്ഷൻ നിർത്തും, അല്ലെങ്കിൽ അയാൾ അവിടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പം അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ദ ഗൈഡിങ് ഫാക്ടർ. അനദർ ഗൈഡിങ് ഫാക്ടർ ഇൻ ഡിസിഷൻ ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ് ഈസ് ദ കൺസ്യൂമർ സോവറിറ്റി. ദാറ്റ് ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. കൺസ്യൂമർ സോവറിറ്റിയാണ് മറ്റൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഓൾവേസ് വാണ്ട്സ് ടു മാക്സിമൈസ് ദെയർ ബെനഫിറ്റ്. അവരുടെ യൂട്ടിലിറ്റി മാക്സിമം ചെയ്യുന്നതിനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അപ്പോൾ അവർ യൂട്ടിലിറ്റി മാക്സിമം ചെയ്യുന്നതിന് വേണ്ടി ഷി വിൽ കൺസ്യൂം ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി മാക്സിമം. അപ്പം അവരുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്ന രീതിയിലായിരിക്കും അവർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത്. Our consumers desire that direct the resources to certain industries. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഒരു എക്കോണമിയിൽ വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് തീരുമാനിക്കുന്നത്. ഒന്നാമത്തത് ദ പ്രൊഡ്യൂസേഴ്സ് പ്രോഫിറ്റ്, രണ്ടാമത് ദ കൺസ്യൂമേഴ്സ് ഡിസയേഴ്സ് ഓർ വാണ്ട്സ്. ഈ 2 കാര്യങ്ങളും കൂടിയാണ് ഒരു മാർക്കറ്റ് സിസ്റ്റത്തിൽ വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എന്നതിന് ഉത്തരം കൊടുക്കുന്നത്. The producer will produce the product which would maximize his profit or which would minimize the cost of production, and also the producer will tend to produce those commodities which are really demanded by the consumers, because when the consumers demand increases, normally the price increases and profit maximizes. So this is the first question. The second question is how will the goods and services be produced? എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാം? വാട്ട് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ടെക്നോളജീസ് വിൽ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്?
or how will the production be organized? Normally, in a market system, uh, all the producers adopt a production technique which would minimize the cost per unit of output. That means which would minimize the cost of production. എല്ലാ മാർക്കറ്റ് സിസ്റ്റത്തിലും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഓൾവേസ് വാണ്ട് ടു യൂസ് ദ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഇൻ പ്രൊഡക്ഷൻ ത്രൂ ദ റൈറ്റ് മിക്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ കോസ്റ്റ് ഏറ്റവും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അപ്പം ബൈ യൂസിങ് മോഡേൺ ടെക്നോളജി the producer can reduce the cost of production. By efficient use of efficient technology, the producer can reduce cost of production. അപ്പം അതേപോലെ തന്നെ he chooses the resources, the right resources which are having the lowest cost and also which are apt for producing goods and services. അപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പ്രൊഡ്യൂസറും അയാളുടെ പ്രൊഡക്ഷൻ നടത്തുക. അപ്പം ദ ടെക്നോളജി, ദ കോമ്പിനേഷൻ ഓഫ് റിസോഴ്സസ് ദാറ്റ് ആൻഡ് ദ ടെക്നോളജി വിൽ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ്. എങ്ങനെ അത് ചൂസ് ചെയ്യും അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ദ ടെക്നോളജി വുഡ് മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻ ടെക്നിക്കായിരിക്കും നോർമലി അവർ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലൂടെ എന്താണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് സിസ്റ്റം എഫിഷ്യൻ്റ് പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും. when the productivity is high, the cost of production will be low. അപ്പോൾ അങ്ങനെ അത് ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, ഒരു സിസ്റ്റം വളരെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലായിരിക്കും സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ആയിരിക്കും അവർ അഡോപ്റ്റ് ചെയ്യുക. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഹു വിൽ ഗെറ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫോർ ഹോം ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. നമ്മൾ സാധാരണയായിട്ട് ഏതൊരു മാർക്കറ്റിലും എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു കൺസ്യൂമേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ ദ കമ്മോഡിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഒരാളുടെ കപ്പാസിറ്റിയും അയാളുടെ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ്സിനും ബേസ്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദി എബിലിറ്റി ടു പേ മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ the income of the consumer and also price and other price of and preference of various goods. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി ടു ഫാക്ടേഴ്സ്, the property and also the human resource and the property, the human resources and the availability of other resources. ആൻഡ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും നമ്മുടെ വരുമാനം, ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ ഇൻകം മാത്രം പോരാ. എന്താണ്, വി ഷുഡ് ബി വില്ലിങ് ടു പർച്ചേസ് ദാറ്റ് കമ്മോഡിറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. We should have ability, we should have the willingness to purchase that commodity. Only then the product will be demanded. And a producer would produce the commodities to those who have ability and those who are willing to purchase that commodity. Normally, the people who are willing to purchase, it's not possible to say that all people are having all the people who wish to purchase have sufficient resources. That don't be like that. It won't be like that. അപ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം റിസോഴ്സസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അയാൾ അത് വാങ്ങാൻ വില്ലിങ് ആയിരിക്കില്ല, എന്നാൽ ചിലപ്പോൾ വില്ലിങ് ആയിരിക്കാം, ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡിമാൻഡ്. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാകും. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, who will get the goods and services? Only those who are able and willing to pay for that. They will get the service. They can enjoy the service.
So this is the third question. The next question is how will the system accommodate changes? You know, the society or economy is subject to many changes. The consumer preferences changes, technology changes, production methods changes, production environment changes, the use of resources changes. Many changes happens in both production and consumption. Normally, change in consumer tastes are always indicated by their way of spending. അപ്പോൾ ഒരാൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് അയാളുടെ ആ ഒരു പ്രിഫറൻസ് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഈ ഒരു പ്രിഫറൻസ് ബേസ്ഡ് ആയിരിക്കണം അയാളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഹൗ വിൽ ദ സിസ്റ്റം അക്കമഡേറ്റ് ചേഞ്ച്? എ പ്രൊഡ്യൂസർ ഷുഡ് അക്കമഡേറ്റ് ചേഞ്ച് ത്രൂ ബേസ്ഡ് ഓൺ ദ പ്രൈസ്, ബേസ്ഡ് ഓൺ ദ കൺസ്യൂമർ ചേഞ്ച് ഇൻ കൺസ്യൂമർ പ്രിഫറൻസസ് എക്സെട്ര. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഹി ഗെറ്റ് ഹൈ പ്രോഫിറ്റ്. അപ്പം പലപ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാളുടെ പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു രണ്ട് ഫാക്ടർ ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രോഫിറ്റ്. ആൻഡ് ദിസ് ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രോഫിറ്റ് ഓൾവേസ് ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത്. ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് communicate change in consumers' taste and preferences. That just reflects the change in price and profit, just reflect change in consumers' preferences and taste and preferences. How the system accommodate means when there is change in consumer preferences and taste, normally the producer would make appropriate change in production also, that is to maximize his profit. അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ ഈ പറയുന്ന ചേഞ്ചിനൊത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സിസ്റ്റമല്ല. ഒരിക്കലും ഒരു സ്റ്റാറ്റിക് സിസ്റ്റമല്ല മാർക്കറ്റ് സിസ്റ്റം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് കൊണ്ടിരിക്കും. അപ്പം ദ സിസ്റ്റം വിൽ അക്കമഡേറ്റ് ടു സച്ച് ചേഞ്ചസ്. And the main symptoms which would show the change is the price. All changes from the part of consumers will be reflected in price. അപ്പം അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മളിതിൽ പറയുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വിൽ ദ സിസ്റ്റം പ്രൊമോട്ട് പ്രോഗ്രസ്? All society or economy or country always desires for economic growth, high standard of living, better production, productivity, etc. The main factor behind progress is technological progress, technological advancement. We know the nations which are still using the outdated technology are still in an underdeveloped situation. Those who are having advanced technology, their rate of growth will be much higher. They always move towards a progress nation. അപ്പോൾ അവരുടെ ആ ഒരു ഇക്കണോമിക് ഗ്രോത്തിലുണ്ടാകുന്ന വർധനവ് വളരെ ഫാസ്റ്റായിരിക്കും. നേരെ മറിച്ച് ഒരു വളരെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് പെട്ടെന്നുള്ളൊരു ഇക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിളാണ്. അപ്പം technological advancement along with more capital accumulation always promote economic growth, always promote economic progress. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള മറ്റൊരു ചോദ്യം. എങ്ങനെ ഒരു സിസ്റ്റത്തിന് എക്കണോമിക് പ്രോഗ്രസ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് ഒരു മാർക്കറ്റ് എക്കോണമിയിൽ ചോദിച്ചാൽ the answer is only through technological progress and more accumulation of more capital. So these are the 5 questions, the fundamental questions we should answer in economics. So this is just like what to produce, how to produce, for whom to produce, and how the system efficient or how the economic progress is possible. അപ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലത്തിൽ പഠിക്കുന്നു. അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിവിടെയും പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പ്രൊഡ്യൂസ്ഡ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് and also the consumer preferences.
Second one is how will the goods and services be produced. Of course, the least cost technology is adopted for producing goods and services in a market system. And third question is who will get the goods and services. Only those who are able and willing to pay for the commodity gets the service of that commodity. How will the system accommodate changes? The main factor that would indicate the change is price. So all change is reflected in price, and every producer would act accordingly, that is to maximize his profit. And how will the system promote progress through technological advancement, through accumulation of more capital? This progress can be possible. അപ്പോൾ ഇങ്ങനെയുള്ള 5 ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം കൂടി, മറ്റൊരു ടോപ്പിക്കാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇൻവിസിബിൾ ഹാൻഡ്, ഈ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ ആദം സ്മിത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, ഇൻവിസിബിൾ ഹാൻഡ്. ആദം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് 1776 പബ്ലിഷ് ചെയ്ത ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻവിസിബിൾ ഹാൻഡ്സ് മീൻസ് അദ്ദേഹം പറയുന്നത് എക്കോണമി വുഡ് ഫങ്ഷൻ എഫക്റ്റീവ്ലി ബേസ്ഡ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്. അപ്പോൾ അവിടെ യാതൊരു അൺബാലൻസും ഉണ്ടാവില്ല. എപ്പോഴും ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനായിരിക്കും, ഒരു എഫിഷ്യൻറ്റ് സിറ്റുവേഷനായിരിക്കും, ഒപ്റ്റിമം പൊസിഷനിലായിരിക്കും. അതെങ്ങനെയാണ് പോസിബിൾ? ത്രൂ ദ വർക്കിംഗ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്. അപ്പോൾ എന്താണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്, ഫ്രീ ഫ്ലോ ഓഫ് ഫ്രീ ഫ്ലോട്ടിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ക്യാൻ ഡിസൈഡ് വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ എ മാർക്കറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒരു പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് that freely determines, really solves all basic economic problems. That is a concept called invisible hand. Then there is another topic in continuation with the demise of the command system. എന്താണ് ഈ കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഫുള്ളി ഗവൺമെൻറ് റെഗുലേറ്റഡ് സിസ്റ്റം. അപ്പം ഈ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ കുറേ പോരായ്മകൾ മൂലം അതിൻ്റെ ഒരു മരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെത്ത് അതിന് കാരണമാകുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ 2 കാര്യങ്ങളാണ് ഇവർ എടുത്തു പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പം ദ കോർഡിനേഷൻ പ്രോബ്ലം. നമുക്കറിയാം ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിലാവും ദ ഡിസിഷൻസ് ആർ ടേക്കൻ ബൈ ദ ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ. സോ ഇറ്റ്സ് ഒരു പ്ലാനിങ് അതോറിറ്റിയാണ് അവിടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. പ്ലാനിങ് അതോറിറ്റിയാണ്. അപ്പോൾ പ്ലാനിങ് അതോറിറ്റി ഡിസൈഡ്സ് വാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസും ഒരു കമാൻഡ് എക്കോണമിയിൽ പ്ലാനിങ് അതോറിറ്റി തീരുമാനിക്കും. പലപ്പോഴും ഈ ഒരു സിസ്റ്റം ഈ ഒരു ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണെന്നാണ് കരുതപ്പെടുന്നത് ഒരു കമാൻഡ് എക്കോണമി. ബിക്കോസ് അതിന് മെയിനായിട്ടുള്ളൊരു സിസ്റ്റം എന്തുകൊണ്ടാണ് ഈ കമാൻഡ് സിസ്റ്റം ഫെയിലിയർ? ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദീസ് ഒഫീഷ്യൽസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഓർ ദിസ് കോർഡിനേഷൻ പ്രോബ്ലം ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഡിഫറെൻറ്റ് ഏജൻസീസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ അതിലൊക്കെയുള്ളൊരു പോരായ്മ മൂലം ഈ പറയുന്ന കമാൻഡ് സിസ്റ്റം അതിൻ്റെ അവസാനം കാണുമെന്നാണ് പറയുന്നത്. മറ്റൊരു പോരായ്മയായിട്ട് ഇവർ പറയുന്നത് ഒരു ഇൻസെൻറ്റീവ് പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ് സംതിങ് വിച്ച് ഈസ് പോസിറ്റീവ്, വിച്ച് പ്രൊമോട്ടേഴ്സ് ടു ഡു സംതിങ്. അത് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ കൺസംഷൻ ആകട്ടെ, എവരി economic decisions are based on incentives. But in a command system, there is no role for incentives. കാരണം നമ്മളൊരു മാർക്കറ്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഇൻസെൻറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്താണ്. പക്ഷെ നമ്മളൊരു കമാൻഡ് സിസ്റ്റത്തിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്
It's not based on incentive. It's taken by the decision is taken by the planning authority based on the requirements of the people. But there is no symptom called incentives. അപ്പോൾ അങ്ങനെയുള്ള ഇൻസെൻറ്റീവ് വെച്ചുകൊണ്ട് ഇവിടെ യാതൊരു പ്രൊഡക്ഷൻ നടത്തില്ല. അതേപോലെ കൺസംഷൻ ഓൾസോ വി കൺസ്യൂം നോട്ട് ബേസ്ഡ് ഓൺ ഇൻസെൻറ്റീവ്സ്, ബട്ട് ഇൻ എ പ്ലാനിങ് സിസ്റ്റം, മാർക്കറ്റ് സിസ്റ്റം, വി ഓൾവേസ് കൺസ്യൂം ബേസ്ഡ് ഓൺ സർട്ടൻ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ പക്ഷേ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ, ഒരു കമാൻഡ് സിസ്റ്റത്തിൽ ഈ ഇൻസെൻറ്റീവ് സിസ്റ്റവും വളരെ ഫെയിലിയറായി തീർന്നു. അപ്പം പക്ഷേ ആ ഒരു ഇതുകൊണ്ട് പലപ്പോഴും ഇത് വളരെ എഫിഷ്യൻ്റ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നെഫിഷ്യൻസി ഉണ്ടാവും. ഈ ഇന്നെഫിഷ്യൻസീസ് ബേസ്ഡ് ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി, പുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പുവർ എക്കണോമിക് പ്രോഗ്രസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു ഈ ഡിമൈസ് ഓഫ് കമാൻഡ് സിസ്റ്റം എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിമൈസ് ഓഫ് കമാൻഡ്സ് എന്ന് വെച്ചാൽ കമാൻഡ് സിസ്റ്റം എങ്ങനെ എൻഡ് ചെയ്യുമെന്നുള്ളതാണ്. അതിനുള്ള രണ്ട് ഫാക്ടേഴ്സാണ് മെയിനായിട്ടും പറയുന്നത്. Because of poor coordination between the various authorities, or poor coordination or the coordination problem. The second problem is lack of incentives, because in a planned system the commodities are produced not based on incentives, rather it is based on the surveys, or it is based on the requirements of the people, or the through voting. അപ്പോൾ പലപ്പോഴും വോട്ടിംഗ് ആണ് ഇതിനകത്തുള്ളൊരു മെയിനായിട്ടുള്ള ഫാക്ടറായിട്ട് വരുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മുടെ കമാൻഡ് സിസ്റ്റം ഫെയിലിയർ ആകുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം ഫെയിലിയർ ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രൈസ് മെക്കാനിസം എന്നോ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദി ഇൻവിസിബിൾ ഹാൻഡ് ദി സിസ്റ്റം ബിക്കം മോർ എഫിഷ്യൻറ്റ്, and there is incentives to produce, and there is freedom of choice, freedom of production, എല്ലാം ഉണ്ട് ഒരു ഇൻവിസിബിൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ. സോ this is about something about invisible hand and demise of command economy. അപ്പോൾ ഇതിൻ്റെയും ഇത് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.